ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസോളിഡേഷൻ മാർക്കറ്റായിരുന്നു അല്ലേ? നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഏകദേശം ഒരു 70-80 പോയിൻറ്റിനിടയ്ക്ക് 70-80 പോയിൻറ്റിനിടയ്ക്ക് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന ഒരു മാർക്കറ്റായിരുന്നു നമ്മളിന്ന് കണ്ടത്. നമുക്ക് കൃത്യമായ ഒരു എൻട്രി പോയിൻ്റ് ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് ഒരു എൻട്രി പോയിൻ്റ് എങ്ങും ഒരു എൻട്രി എടുക്കത്തക്ക രീതിയിലുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ഇല്ലായിരുന്നു. പിന്നെ സ്കാൽപ്പ് ചെയ്ത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, ഇന്ന് എക്സ്പയറി ആണ്. നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ നെക്സ്റ്റ് എക്സ്പയറിയിൽ മാത്രമേ ചെയ്യാവൂ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ഓക്കെ, സത്യം പറഞ്ഞാൽ ബിഗിനേഴ്സിന് ഇന്നൊരു ട്രേഡ് ഇല്ലായിരുന്നു. കാരണം 5-10 പോയിൻ്റ് എടുത്ത് സ്കാൽപ്പ് ചെയ്ത് മാറാനുള്ള അവസരങ്ങൾ മാത്രമേ നമുക്ക് മാർക്കറ്റിലുള്ളൂ. അല്ലാതെ കൃത്യമായി ഒരു എൻട്രി എടുത്ത് നമുക്കത് ഒരു ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലില്ലായിരുന്നു. ഓക്കെ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡർക്ക് അല്ലെങ്കിൽ കുറച്ച് മെയ്വഴക്കമുള്ളത്, അങ്ങനെ പറയണമല്ലോ, കുറച്ച് മെയ്വഴക്കമുള്ളവർക്ക് പറ്റിയൊരു മാർക്കറ്റായിരുന്നു ഇത്. പിന്നെ ആദ്യത്തെ തുടക്കം മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരു പക്ഷെങ്കിൽ ഇവിടെ കാണും AMO ഇട്ടോ അല്ലെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ PE എടുത്തവർക്ക് വല്ലതും ഒരു പ്രോഫിറ്റ് നല്ലപോലെ വല്ലതും കിട്ടിക്കാണാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ കിട്ടിയവരുണ്ട്. ഞാനിനി സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം ഒന്നും പറയുന്നില്ല. ഇനി അത് പറഞ്ഞ് എനിക്ക് വയ്യ ഇതിൻ്റെ ഒന്ന് പുറകെ നടക്കുകയാണ്. അതുകൊണ്ട് ഇനി സ്ക്രീൻഷോട്ട് കണ്ടു, ഇനി സ്ക്രീൻഷോട്ട് വന്നെന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തണം. എന്തിനാ വെറുതെ ഉള്ള പണി ഏണി വെച്ച് മേടിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം പറയുന്നില്ല. നിങ്ങളുടെ ലാഭം നിങ്ങളുടെ നഷ്ടം. ഓക്കെ, നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ നിങ്ങളുടെ തലക്കീഴിലിരിക്കുക. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലാഭം എടുത്താലും നഷ്ടം എടുത്താലും നിങ്ങളുടെ സ്വന്തം. അതിനകത്ത് നിന്ന് എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ലല്ലോ. ഉണ്ടോ? എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? എനിക്ക് ഒരു പൈസ പോലും ഞാൻ നിങ്ങളുടെ ആരുടെ നിന്നും വാങ്ങിക്കുന്നുമില്ല. എനിക്ക് അങ്ങനെയുള്ള പ്രയോജനം ഇല്ല താനും. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങളുടെ നഷ്ടം നിങ്ങളുടെ ലാഭം നിങ്ങൾ സഹിക്കുക. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഇനി സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം പറയാനില്ല. ലാഭം എടുത്തവരെല്ലാം അഭിനന്ദിക്കുന്നു, നഷ്ടം വന്നവരെ സമാശ്വസിപ്പിക്കുന്നു. അത്രമാത്രമേ എനിക്ക് വന്നത്തിൽ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇവിടെ ട്രെയിൽ എടുത്തവരുണ്ട് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അതിന് ശേഷം മാർക്കറ്റ് വന്ന് നമ്മുടെ ലെവൽ കൃത്യമായി സപ്പോർട്ട് എടുത്ത് തിരിച്ചൊന്ന് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ നമുക്കിവിടെ എൻട്രി ഇല്ല. കാരണം എന്താണ്? നമ്മുടെ എൻട്രി ക്രൈറ്റീരിയ ഇവിടെ ഫുൾഫിൽ ആയിട്ടില്ല ഇല്ലേ? അപ്പം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ടൊന്ന് കുതിക്കാൻ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല, ഫെയിലിയറായി. വീണ്ടും താഴെ വന്ന് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു ഇല്ലേ? ആ ലോ ക്രിയേറ്റ് ചെയ്ത് എവിടെയാണ്? ഇന്നലെ ഇവിടെ ഉണ്ടായ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ ഉണ്ടായ ഒരു ഹൈ തട്ടിയാണ് വന്ന് നിന്നത്. ഞാനവിടെ വരച്ചിട്ടിട്ടുണ്ട്. അപ്പം അവിടെ വന്ന് തട്ടി വീണ്ടും മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകാനുള്ളൊരു ശ്രമം നടത്തി. അപ്പം ഇവിടെ നിന്ന് നമുക്കൊരു എൻട്രി എന്ന് പറയാനില്ല. എൻട്രി എടുത്തവർക്ക് കിട്ടി കാണുമായിരിക്കും. പക്ഷേ ഇത് എനിക്കൊന്ന് എത്രയാണത് വലിയത്, എത്ര പോയിൻ്റ് ഉണ്ടത്? ഏകദേശം 817 ഒരു 15-20 പോയിൻ്റ് ഇതേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ക്യാപ്ചർ ഇവിടം വരെ കിട്ടിക്കാണും. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ന്യായമായ പ്രോഫിറ്റ് കിട്ടിയാൽ അവിടെ നിന്ന് ഇറങ്ങുന്നവർക്ക് മാത്രമേ ഇന്നത്തെ മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അവിടെ നിന്ന് മാർക്കറ്റ് മേലോട്ട് പോയി പെട്ടെന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. വീണ്ടും അതേ പോയിന്റിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ച് വീണ്ടും റിവേഴ്സ് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, സ്കാൽപ്പ് ചെയ്യാനാണ്. ഒക്കെ വീണ് എഴുന്നേറ്റ് മാർക്കറ്റ് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അതിനകത്തിൽ ഇന്ന് പക്ഷേ വലിയ DK എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ന് വിക്സ് താഴെ പോയിട്ടില്ല. അവസാന നിമിഷമാണ് വിക്സ് താഴെ പോയത്. ഈ നമ്മൾ ഒരു 2 മണി വരെയൊക്കെ വിക്സ് സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് വലിയ പിന്നെ ഓരോ പ്രാവശ്യം ഇങ്ങനെ വീഴുമ്പം നല്ല DK സംഭവിക്കാറുണ്ട്. അല്ലാതെ ഇങ്ങനെ മൂവ് ചെയ്തപ്പോൾ വലുതായിട്ട് DK സംഭവിച്ചില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിവേ, എന്തായാലും നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് എക്സ്പയറിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രേഡ് ചെയ്തവർക്ക് വലിയ തട്ടുകേട് പറ്റിയിട്ടില്ല. ഓക്കെ, ഇനി എന്തായാലും വീണ്ടും എഴുന്നേറ്റ് മാർക്കറ്റ് ഏകദേശം നമ്മൾ വരച്ച അതേ പോയിന്റിൽ 24,878 എത്തി മാർക്കറ്റ് അവിടുന്ന് തിരിച്ച് വീണ്ടും താഴോട്ട് വന്നു. താഴത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ മാർക്കറ്റ് ഇതിനകത്ത് ഓസിലേറ്റ് ചെയ്യുമായിരുന്നു ഇല്ലേ? അപ്പോൾ അതിന് ശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നമ്മുടെ വരയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇനിയിപ്പം നാളെ, അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് സംഭവിച്ചു. അപ്പോൾ നാളെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. നാളെ സംഭവിക്കാനുള്ള കാര്യം വെച്ചാൽ ഇപ്പോൾ രാത്രിയിൽ ഖത്തറിൽ ഇസ്രായേൽ അടിച്ചു എന്നൊരു വാർത്ത വന്നു. പക്ഷേ അത് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായ പുറപ്പാടേ നിലവിൽ മാർക്കറ്റിനതിൽ കാണുന്നില്ല. പക്ഷേ ഇപ്പം നിലവിൽ നിഫ്റ്റി ഏകദേശം നെഗറ്റീവിലാണ് ഓടുന്നത്. ഏകദേശം ഒരു 10-35 പോയിൻ്റ് നെഗറ്റീവിലാണ് നിലവിൽ
ഗിഫ്റ്റ് നിഫ്റ്റി ഓടുന്നത്. ഇനി ചിലപ്പോൾ ഈ നമ്മുടെ ട്രെയിനൊക്കെ ഓടുന്ന പോലെ ലേറ്റായിട്ട് റണ്ണിങ് ലേറ്റ് ആണെങ്കിൽ രാത്രിയിലത്തെ ഓട്ടത്തിൽ ചിലപ്പോൾ അത് കവർ ചെയ്യുമായിരിക്കും. അപ്പോൾ രാവിലെ ഓപ്പൺ ചെയ്ത് ഞാൻ ഈ ചെന്നൈയിലൊക്കെ പോകുമ്പോൾ മദ്രാസ് മെയിലിന് പോകുകയാണെന്നുണ്ടെങ്കിൽ, ചെന്നൈ എക്സ്പ്രസ്സിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് മാവേലിക്കര 4 മണിക്കായിരിക്കും ട്രെയിന്. ചിലപ്പോൾ അത് 5-5:30 ആയിരിക്കും ചിലപ്പോൾ ഇത് വരുന്നത്. എന്തായാലും കറക്റ്റ് രാവിലെ 7 മണിയാകുമ്പോൾ ഇത് മദ്രാസിൽ ചെല്ലും. കാരണം എന്താണ്, രാത്രി ഓട്ടത്തിൽ ഈ ലേറ്റ് റണ്ണിങ് ഒക്കെ എന്ത് ചെയ്യും, ഇത് കവർ ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം നിലവിൽ ലേറ്റായിട്ടാണ് ഓടുന്നത്. ഒരു പക്ഷേ രാത്രിയിൽ ഈ ഓട്ടത്തിൽ കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇടയ്ക്ക് കാണാൻ ബ്രേക്ക് ഡൗൺ വല്ലതും വന്നാൽ അധോഗതിയായിരിക്കും. എനിവേ നിലവിൽ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും കാണുന്നില്ല. നമ്മുടെ അമേരിക്കൻ മാർക്കറ്റും പോസിറ്റീവിലായിട്ടാണ് ഓടുന്നത്. ഏകദേശം 200 പോയിൻറ്റിനടുത്ത് പോസിറ്റീവിലാണ് ഡൗ ജോൺസും ഓടുന്നത്. നാസ്ഡാക്കും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ഓടുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ഫ്ലാറ്റായിട്ടുള്ള ഓപ്പണിങ്ങിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഫ്ലാറ്റായിട്ട് ഓപ്പൺ അങ്ങനെ നിലവിൽ മാർക്കറ്റ് ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്തെങ്കിൽ ആ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത മാർക്കറ്റ് നമ്മൾ പേടിക്കണം. അതിനുശേഷം എങ്ങോട്ടാണോ മാർക്കറ്റ് പോകുന്നത് ആ വഴിക്ക് നമ്മളും കൂടെ പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നാളെ പുതിയ കോൺട്രാക്റ്റാണ്, വീക്കിലി കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതേ പോയിന്റ് തന്നെ ഈ 778 ആസ്പാസാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഇവിടെ മേലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ താഴെ സപ്പോർട്ട് ചെയ്തിട്ട് നേരെ തിരിച്ചു പോകുന്നു നോക്കുക. അല്ലെങ്കിൽ ഇതിന് താഴെയാണെന്നുണ്ടെങ്കിൽ നേരെ താഴോട്ട് വരുമോ, അതായത് ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളത് നോക്കി കണ്ടിട്ട് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. അത് എല്ലാ ദിവസവും ഞാൻ പറയുന്നത് തന്നെ. അപ്പം ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത്, നമ്മുടെ എല്ലാ ക്രൈറ്റീരിയ നോക്കിയിട്ട് മാത്രം നമ്മൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നാളെ രാവിലെ അത് കറക്റ്റ് അറിയത്തുള്ളൂ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഗ്യാപ്പ് അപ്പ് ആണ്, ഗ്യാപ്പ് ഡൗൺ ആണെന്നുള്ള കാര്യം. അപ്പോൾ നിലവിലെ മാർക്കറ്റിലെ ന്യൂസ് വെച്ച് നോക്കുകയാണെങ്കിൽ ട്രംപാണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയത്തക്ക കാര്യങ്ങൾ ഒന്നും മാർക്കറ്റിനകത്തിൽ നമുക്ക് കേൾക്കാനുമില്ല. പിന്നെ ഈ ചെറിയ ചെറിയ ന്യൂസുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഖത്തറിൽ അടിച്ച വിഷയം, അതൊന്നും മാർക്കറ്റിനെ ഒന്നും ബാധിച്ചിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. പിന്നെ നമുക്ക് ഉള്ള നെഗറ്റീവ് ന്യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ താരിഫിൻ്റെ പ്രശ്നം ഇതുവരെയായിട്ടും എന്തായിട്ടില്ല, ഒന്നും കോംപ്രമൈസ് ആയിട്ടില്ല. അണ്ടർഗ്രൗണ്ടിൽ അതിൻ്റെ ടോക്സ് നടക്കുന്നതാണ് ഇങ്ങനെ പറയുന്നത്. എനിവേ എന്തായാലും നമുക്കൊരു ശുഭപ്രതീക്ഷ അടുത്ത ദിവസങ്ങളിൽ തന്നെ കേൾക്കാം എന്ന് വിചാരിക്കുന്നു. എല്ലാം ഒരു കടവത്തടുക്കും എന്നാണ് ശുഭാപ്തി വിശ്വാസം. അപ്പം നാളെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഇന്ന് നിഫ്റ്റി ഇത്രയും താങ്ങി നിർത്തിയത് നമ്മുടെ ഇൻഫിയാണ്. ഇൻഫി ഇടയ്ക്കിടയ്ക്ക് 1-2 വർഷം ഇരിക്കുമ്പോൾ ഇങ്ങനെ ബൈബാക്ക് പ്രഖ്യാപിക്കാറുണ്ട്. അവരുടെ സ്റ്റോക്കുകൾ തന്നെ പിന്നെ ബൈബാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബൈബാക്കിൻ്റെ ചെറിയൊരു സമ്മറി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ബൈബാക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മാർക്കറ്റിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ക്രമാതീതമായിട്ട് ഒരു പരിധി വിട്ട് താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇൻഫിയുടെ കഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി ഞാൻ 1-2 കാര്യം ഇതിനെപ്പറ്റി ഒന്ന് പറയാം. നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾക്കത് ഭാവിയിൽ പ്രയോജനം ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ ഇൻഫിയുടെ ചാർട്ടായത്, ഇൻഫിയുടെ ചാർട്ടിൽ നമ്മൾ ഡേ ക്യാൻഡിൽ നമ്മൾ നോക്കുക. ഡേ ക്യാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കേ എത്ര മോളിൽ കിടന്ന്, നമ്മൾ വീക്കിലി എടുക്കുക, ഇപ്പോൾ കുറച്ചുകൂടെ കിട്ടും. ഇത് നോക്കിക്കേ എത്ര മോളിൽ കിടന്ന്, ഏകദേശം 1979 റേഞ്ചിൽ കിടന്ന ഒരു സ്റ്റോക്കാണിത്. ഇതിപ്പം വന്ന് വീണ് ഏകദേശം 1369 റേഞ്ച് 1400 റേഞ്ചിലൊക്കെ കിടന്ന് കളിക്കുകയാണ്. അപ്പം ഇവിടെ ക്രമാതീതമായിട്ട് വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോകാനുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നു. കമ്പനി ഈ താരിഫിൻ്റെ പ്രശ്നവും ഈ സർവീസസിന് ടാക്സ് ഒക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ക്രമാതീതമായിട്ട് താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് ഒരു പരിധി വിട്ട് താഴെ പോകാൻ പ്രൊമോട്ടർമാരെ സമ്മതിക്കത്തില്ല. മനസ്സിലായില്ലേ? അത് ഞാൻ എൻ്റെ ഒരു വ്യൂ വെച്ച് പറയുകയാണ്, ഒരു പരിധി വിട്ട് താഴെ പോകാൻ അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസരം, കാരണം ഈ പ്രൊമോട്ടർക്ക് അല്ലെങ്കിൽ ഇതിന് ഓണറിന് ഈ സ്റ്റോക്കിനെ പറ്റി അല്ലെ അവൻ്റെ കമ്പനിയെ പറ്റി അവനൊരു നല്ലൊരു ശുഭപ്രതീക്ഷയുണ്ട്. നാളെ ഈ കമ്പനി വീണ്ടും വളരും, അല്ലെ അതിനുള്ള പൊട്ടൻഷ്യൽ ഈ കമ്പനിക്കുണ്ട്, അല്ലെ അതിനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം ആർക്കുണ്ട്? ഓണറുണ്ട്. കാരണം അവന് മാത്രമേ ഇതിൽ ഉള്ളുകളികൾ മാത്രമേ അറിയത്തുള്ളൂ. ഈ കമ്പനി നാളെ പൊട്ടുവോ അല്ലെ മുകളോട്ട് പോകുമോ അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്തു വെച്ചേക്കുന്നുള്ള ബോധ്യം ആർക്കുണ്ട്? ഇതിനെ പ്രൊമോട്ടർക്കുണ്ട്. അപ്പം അങ്ങനെ ക്രമാതീതമായിട്ടൊരു സ്റ്റോക്ക് താഴെ പോകുമ്പോൾ ആ താഴേന്ന് പ്രൊമോട്ടർമാർ തന്നെ സ്റ്റോക്കിനെ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കും.
അതിന് ഒരു നല്ല വില കൊടുത്തിട്ടായിരിക്കും വാങ്ങിക്കുന്നത്. ഏകദേശം 1369 1500 രൂപയാണ് ഇപ്പോഴത്തെ ഈ 1369. ഇപ്പോൾ 5% ഇന്ന് പോയത്. അതിന് മുന്നേ ഏകദേശം 1400 റേഞ്ച് ആയിരുന്നു അതിൻ്റെ റേഞ്ച്. ഇപ്പം ഏകദേശം ഒരു പക്ഷേങ്കിൽ 1500 രൂപ എന്നുള്ള റേഞ്ച് ചിലപ്പം ഒരു 1700 1800 1600 ഒക്കെ ആയിരിക്കും ഇവർ ബൈബാക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ നിലവിൽ മാർക്കറ്റിലുള്ള പ്രൈസിനേക്കാളും 200 300 രൂപ കൂടുതൽ കൊടുത്തിട്ടായിരിക്കും ചിലപ്പം 150 200 250 300 രൂപ കൂടുതൽ കൊടുത്തിട്ടായിരിക്കും ഇത് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്, തിരിച്ച് വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ വാങ്ങിക്കുന്നത്? അങ്ങനെ തലയ്ക്ക് ഭ്രാന്തായിട്ടാണ് മേടിക്കുന്നത്? അല്ല, അവർക്ക് ഈ എൻ്റെ കമ്പനി ഒരു പരിധി വിട്ട് താഴെ പോകാൻ പാടില്ല. ഈ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ കമ്പനി ഞാനിപ്പോൾ ഈ താഴെ ഈ ലെവലിൽ നിന്ന് ഞാനിപ്പോൾ ഇതിനെ അക്കോമുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഈ കമ്പനി വളരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഹയർ മാർക്കറ്റ് പിന്നെ ഇവിടുന്ന് വളർന്ന് ഈ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്ത് മാർക്കറ്റ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇത് കുതിക്കും. വീണ്ടും 1900 2000 ഒക്കെ എത്തുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, പ്രൊമോട്ടർമാർക്ക് എന്ത് ചെയ്യും, ഇതിനൊക്കെ അത് അത്രയ്ക്ക് ലാഭം അതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റും. കാരണം അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്തുവാന്നുള്ള കാര്യം. നമുക്കറിയത്തില്ല. നമ്മൾ റീറ്റെയിലേഴ്സാണ്, ഇന്ന് മേടിക്കുന്നു നാളെ വിൽക്കുന്നു. പക്ഷേ ഇതിൻ്റെ പൊട്ടൻഷ്യൽ അറിയാവുന്നത് പ്രൊമോട്ടർക്കാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, താഴെ അതിപ്പോൾ രണ്ട് കാര്യം അവിടെ സംഭവിക്കുന്നത്. ഒന്ന്, ഒരു പരിധി വിട്ട് മാർക്കറ്റിനെ സ്റ്റോക്കിനെ താഴോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവ ഭാവിയിൽ ഇത് വലിയൊരു മുതൽക്കൂട്ടാണ് കമ്പനിക്ക് എന്ന്, അല്ലെങ്കിൽ കമ്പനിയുടെ പിന്നെ പ്രൊമോട്ടർമാരുടെ ഷെയർ ഹോൾഡിങ് കൂട്ടാൻ വേണ്ടി ഈ താഴെ ലെവലിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അവർക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ കയറുമ്പം അവർക്ക് അവിടെ അത് ഒരു ബ്ലോക്ക് ഡീൽ വഴി വേറെ ആർക്കെങ്കിലും കൈമാറ്റം ചെയ്യാനോ ആർക്കെങ്കിലും തേർഡ് പാർട്ടിക്ക് കൈമാറ്റം ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ലാഭം എന്ത് ചെയ്യും, കമ്പനിക്ക് ഉണ്ടാകും. വളർച്ചയിലൂടെയുള്ള ലാഭം മാത്രമല്ല, അല്ലാതെ തന്നെ ഈ ഷെയർ ബൈബാക്ക് വാങ്ങിച്ചിട്ട് ഹയർ പ്രൈസിൽ വേറൊരു തേർഡ് പാർട്ടിക്ക് കൊടുക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ വേറെ ഇതുപോലെ വലിയ HNIs വലിയ കമ്പനികളോ അല്ലെങ്കിൽ ഇൻഷുറൻസ് അങ്ങനെ ധാരാളം കമ്പനികൾ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ കൈമാറ്റം ചെയ്യാൻ, അല്ലെങ്കിൽ പെൻഷൻ ഫണ്ടുകൾ, അങ്ങനെ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളുണ്ടല്ലോ, അവരൊക്കെ അത് വാങ്ങിക്കാനുള്ള സാഹചര്യം അന്നേരം ഒക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർ ബൈബാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ബൈബാക്ക് എന്നുള്ള കാര്യം? അപ്പം നിലവിൽ മാർക്കറ്റിലുള്ള പ്രൈസിനേക്കാൾ കൂടുതൽ പ്രൈസ് കൊടുത്തിട്ട് മാർക്കറ്റിൽ നിന്ന് ഷെയറുകൾ വാങ്ങിക്കുന്നു. അതിനുശേഷം ഈ അസ്ഥിരാവസ്ഥയൊക്കെ കഴിയുമ്പോൾ, അനിശ്ചിതാവസ്ഥയൊക്കെ കഴിയുമ്പോൾ അത് വീണ്ടും ഹയർ ലെവലിൽ അത് കൊടുത്ത് വീണ്ടും അതിനെ ബെനിഫിറ്റാക്കി മാറ്റുന്നു. അതാണ് ഒരു ഷെയർ ബൈബാക്കിൻ്റെ ജസ്റ്റ് ഒരു സമ്മറി. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവർക്ക് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് ബൈബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത്, അപ്പോൾ അങ്ങനെ 5% ഇന്ന് ഇൻഫി കയറിയോണ്ടാണ് മാർക്കറ്റ് ഇത്രയെങ്കിലും പിടിച്ചു നിന്നത്. ഓക്കെ, ഇത്രയെങ്കിലും പിടിച്ചു നിന്നത്. ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ മാർക്കറ്റ് പൊട്ടി താഴെ പോകേണ്ട. കാരണം ബാങ്ക് എല്ലാം വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 5 മിനിറ്റിലോട്ടുള്ള നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ബാങ്ക് വളരെ എല്ലാവരും വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. നോക്കിക്കേ, ഇവിടെ അതൊക്കെ HDFC റിലയൻസും നെഗറ്റീവായിരുന്നു. HDFC ബാങ്ക്, ICICI, കോട്ടക് ബാങ്ക് എല്ലാവരും ഫ്ലാറ്റായിരുന്നു. ഒരു മെച്ചോ ഇവർ എന്ത് ചെയ്തില്ല, കാണിച്ചില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചത്ത പോലെ കിടക്കാൻ. കാരണം ബാങ്ക് നിഫ്റ്റി അങ്ങനെയാണ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത് തോന്നുന്നു. നോക്കട്ടെ ഒരു മിനിറ്റ്. ബാങ്ക് നിഫ്റ്റി വേറെ 29 പോയിൻറ്റിലാണ് മാർക്കറ്റ്. 100 പോയിൻറ്റ് നിഫ്റ്റി കയറിയപ്പം ഏകദേശം ബാങ്ക് നിഫ്റ്റി ഒരു 300-400 പോയിൻറ്റെങ്കിലും കയറേണ്ടതാണ്. പക്ഷേങ്കിൽ നേരെ വിപരീതമായിട്ട് വേറെ 29 പോയിൻറ്റ് മാത്രമേ. കാരണം ഇവർ പെർഫോം ചെയ്യുന്നില്ല. ബാങ്ക് പെർഫോം ചെയ്തെങ്കിൽ മാത്രമേ നിഫ്റ്റിയുടെ നല്ലപോലെ മേലോട്ടെന്ന് ഒരു പുഷ് കിട്ടത്തുള്ളൂ. അപ്പം ഇവർ ചത്ത പോലെ കിടക്കുകയാണ്. അപ്പം ഇൻഫി മാത്രമാണ്, IT സെക്ടറാണ് നിഫ്റ്റിയെ താങ്ങി വലിച്ച് മേളിൽ കൊണ്ടുപോയത്. അപ്പം ബാങ്ക് നിഫ്റ്റി ഒന്ന് പെർഫോം ചെയ്യും, എന്നിവൻ ജീവിക്കും, ഒരു ജീവനോടെ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേക്കും എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. അപ്പം ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ തന്നെ ഇതാ നോക്കി ഈ റേഞ്ചിൽ തന്നെ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. എപ്പോഴാണ് ബ്രേക്ക് ഉണ്ട്, ഈ 54,500 എപ്പോഴാണോ ബ്രേക്ക് ചെയ്തെന്ന് നോക്കുക. ആ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ മിഡ് ക്യാപ്പും ഏകദേശം ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ്. ആ റേഞ്ചിലാണ് കിടന്ന് കളിക്കുന്നത് അല്ലേ. നമ്മുടെ ആ റേഞ്ചിനകത്ത് തന്നെ ഇങ്ങനെ കിടന്ന് ആടിക്കളിക്കുകയാണ്. എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് ആ വഴിക്ക് തന്നെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് നോക്കി വെക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ പറയാൻ. പ്രത്യേകിച്ച് സംഭവവികാസങ്ങളോ ന്യൂസുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പം വേറെ പ്രത്യേകിച്ച് പറയാത്ത കാര്യങ്ങളൊന്നുമില്ല. നാളെ അപ്പം എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. നാളെ രാവിലെ നമുക്ക് പ്രീ മാർക്കറ്റിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താണെന്ന് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.